ടേക്ക് ഓഫ്, കന്യക ടാക്കീസ്, പുത്തൻ പണം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാരചനയിലൂടെ ശ്രദ്ധേയനായ വി.പി. ഷാജികുമാർ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമാ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സാക്ഷി എന്ന കഥയെ ആസ്പദമാക്കി രാഹുൽ ശർമ്മയുടെ സംവിധാനത്തിൽ ഈ വർഷം ഒരു സിനിമയുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സിനിമയുടെ രൂപത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തിൻ്റെ സാക്ഷി എന്ന കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 30 കൊല്ലം മുമ്പ് നടന്ന ദേവലോകം കൊലക്കേസിനെ ആസ്പദമാക്കിയാണ് വി.പി. ഷാജികുമാർ സാക്ഷി എന്ന കഥ എഴുതിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി നരബലിയും മന്ത്രവാദവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞപ്പോൾ വീണ്ടും ചർച്ചയായതാണ് 1993 കാസർകോട്ടെ ബദിയടുക്ക ദേവലോകത്ത് നടന്ന ഇരട്ട കൊലപാതകം. കൊലക്കേസിൽ അപൂർവമായി ഒരു പൂവൻകോഴി സാക്ഷിയാകുന്നത് ദേവലോകം ഇരട്ടക്കൊലക്കേസിലാണ്. കർഷകനായിരുന്ന 45-കാരൻ ശ്രീകൃഷ്ണ ഭട്ട്, അയാളുടെ ഭാര്യ 35-കാരിയായ ശ്രീമതി. നിധി കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മന്ത്രവാദി ദേവലോകത്തെ ഈ ദമ്പതികളെ കൊന്നു കുഴിച്ചു മൂടിയത്. കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയ ബംഗളൂരുകാരനായ ഇമാം ഹുസൈൻ എന്ന മന്ത്രവാദിയെ ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. ഇരട്ട ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇയാളെ പിന്നീട് വെറുതെ വിട്ടു. പൂവൻകോഴി കൊലപാതകത്തിന് ദൃക്സാക്ഷിയും തെളിവുമായ അപൂർവ കേസ് കൂടിയായിരുന്നു ദേവലോകം കേസ്. ദേവലോകത്തെ കൊലപാതകം നടന്ന വീട്ടിൽ സ്വർണ്ണനിധിയുണ്ടെന്ന് ധരിപ്പിച്ചാണ് ശ്രീകൃഷ്ണ ഭട്ടിൻ്റെ കുടുംബവുമായി ഇമാം ഹുസൈൻ സൗഹൃദം സ്ഥാപിച്ചത്. ദമ്പതികൾക്ക് പ്രസാദമായി നൽകിയ വെള്ളത്തിൽ ഹുസൈൻ ഉറക്ക ഗുളിക ചേർക്കുന്നു. തുടർന്ന് പറമ്പിലൊരുക്കിയ കുഴിയിൽ ഇറങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. കുഴിയിലേക്കിറങ്ങിയ ദമ്പതികളെ മൺവെട്ടി കൊണ്ട് അടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തി. തുടർന്ന് പ്രതി പണവും സ്വർണവും കവർന്ന് രക്ഷപ്പെട്ടെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. വിദ്യാർത്ഥികളായ 3 മക്കളും സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നേറിയ കേസിൽ ഇമാം ഹുസൈനെ വീട്ടിലിറക്കിയ ടാക്സി ഡ്രൈവറും പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന പൂവൻ കോഴിയും മാത്രമായിരുന്നു സാക്ഷികൾ. കോഴിയെ വളർത്താത്ത വീട്ടിനകത്ത് കൊലയ്ക്ക് ശേഷം കോഴിയെ കണ്ടെത്തിയതാണ് കേസിന് വഴിത്തിരിവായത്. പൂവൻ കോഴിയെ ഇമാം ഹുസൈൻ മന്ത്രവാദത്തിനായി കൊണ്ടുവന്നതായിരുന്നു. പിന്നീട് ഈ കോഴിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അതിനെ തെളിവായി വളർത്തുകയും ചെയ്തു. എന്നാൽ 3 മാസം കഴിയുമ്പോഴേക്ക് ആ കോഴി ചത്തു. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന തെളിവും ഇല്ലാതെയായി. പൂജയ്ക്കായി പ്രതി കൊണ്ടുവന്ന പൂവൻ കോഴിയെ സാക്ഷിയായി പരിഗണിച്ച് കോടതിയിൽ ഹാജരാക്കിയതും പിന്നീട് പോലീസിനോട് സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതും കേസിലെ അപൂർവതയായിരുന്നു. എന്നാൽ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2019 മെയ് 30 ഇയാളെ വെറുതെ വിട്ടു. 30 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ കൊലപാതകം വീണ്ടും പി.വി. ഷാജികുമാറിൻ്റെ സാക്ഷി എന്ന കഥയിലൂടെയും അതിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ സിനിമ എടുക്കാൻ പോകുന്നുവെന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലൂടെയും ചർച്ചയാവുകയാണ്. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പുതിയ സിനിമയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത്.